ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങളുണ്ടല്ലോ എല്ലാവരും ഞങ്ങളുടെ ഫാമിലി, അതായത് എൻ്റെ ചേച്ചിമാരെല്ലാവരും ഞങ്ങളെല്ലാം കൂടെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാമിലി, പപ്പായും മമ്മി എല്ലാവരും ഉണ്ട്, അളിയന്മാർ. അപ്പം ഞങ്ങൾ ഇത് ശരിക്കും പറഞ്ഞാൽ കൊടൈക്കനാലിലോട്ടാണ് പോകുന്നത് കേട്ടോ. തൃച്ചിയിൽ നിന്ന് ഞങ്ങൾ നേരെ കൊടൈക്കനാലിൽ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ബാംഗ്ലൂരാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ബാംഗ്ലൂരിൽ ഇപ്പം വെള്ളത്തിൻ്റെ പ്രശ്നം കാരണം ഞങ്ങൾ നേരെ കൊടൈക്കനാലിലോട്ട് മാറ്റി. അപ്പം ഞാനിപ്പം എൻ്റെ പുറകെ കാണിക്കാം, ഇവരെല്ലാം ഉണ്ട്. നമ്മൾ ഇവിടുന്ന് ഒരു വണ്ടി ബുക്ക് ചെയ്തു. വേണ്ടേ? ഹലോ എല്ലാവരും, എനിക്ക് എൻ്റെ ഇത് എങ്ങോട്ടേക്ക് എല്ലാവരും പറയും. ഓക്കെ ഓക്കെ ഓക്കെ. ഞങ്ങളൊരു 5:45 പ്ലാൻ ചെയ്തത്. പക്ഷേ വെളുപ്പിനെ ഇപ്പം ലേറ്റായി. നമ്മളൊരു 7 മണി, ഇപ്പോൾ ഒരു 7:30 അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ചായ കുടിക്കണം. ഫസ്റ്റ് ചായ കുടിച്ചിട്ട് നേരെ കൊടൈക്കനാൽ. ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്കാണെന്നാണ് ഞാൻ കേട്ടത്. ഇപ്പം നമ്മൾ ഡ്രൈവറെന്നും പറഞ്ഞു അങ്ങോട്ട് കയറുന്ന ഭാഗം ശനി ഞായറും ഒക്കെ ആയിട്ട് നല്ല റഷാണ്. ക്ലൈമറ്റും ഇവിടെ ചൂടാണ്. അപ്പം ഇവിടെ നിന്നല്ല, എല്ലായിടത്തും ചൂടാണ്. അപ്പം എല്ലാവരും വെക്കേഷനൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടൈക്കനാൽ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല തിരക്കാണ്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ അടിച്ചു പൊളിക്കും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ 2 ദിവസമാണ്. നമ്മൾ ഇന്ന് ഇവിടുന്ന് പോയിട്ട് അവിടെ ഒരു വില്ലയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 2 ദിവസം മൊത്തം 2 ദിവസം, തിങ്കളാഴ്ചയാണ് നമ്മൾ റിട്ടേൺ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അപ്പം അടിച്ച് പൊളിച്ചിട്ട് നമുക്ക് ഡ്രൈവറിനാ, നമ്മുടെ പേരെന്നായിരുന്നാ ഡ്രൈവറിനാ? നമ്മുടെ പേര് യോഗേഷ്. ആ, നമ്മുടെ ഡ്രൈവർ യോഗേഷ് എന്നാ കേട്ടോ. ഏത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്നൊരു ഇറങ്ങിയിട്ടിപ്പോൾ ഒരു എനിക്കൊന്നൊരു 15 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഇതാണ് രാമജയം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ്. പ്യുവർ വെജാണ്. അപ്പം ഇവിടുന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ നേരെ ഇനിയിപ്പം എങ്ങനെ സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്ന് ഓർത്താം. എന്തോ ഇപ്പം പറഞ്ഞോ, എന്നെ നമ്മൾ പറയുന്നേ. അങ്ങോട്ട് പറ, എന്നാ പറയുന്നത്? നമ്മളെന്നാ കഴിക്കുന്നത്? അമ്മൂസിന് ഓർഡർ കൊടുത്തേ? പൂരിയാണ് ഓർഡർ കൊടുത്തേ. പൊട്ടട്ടെ? പൊട്ടറ്റോ വെച്ച കറിയാണ് കേട്ടോ. പൊട്ടറ്റോ വെച്ച കറി, യെല്ലോ കളറില്. ഓക്കെ, അത് ഓക്കെ, സെറ്റായി പറഞ്ഞു. അതെ, നല്ല ചട്നി സെറ്റായിട്ടുണ്ട്. ചേട്ടൻ കൂടെ ചട്നി വെച്ചിട്ടുണ്ട്. വട വേണ്ട? വട ആർക്കൊക്കെ വേണ്ടേ? ഉഴുന്ന് വടയാണ്. എന്താ ഡ്രൈവർ അങ്ങ് കടസില് അവരുടെ കിട്ടുക. വട വേണമെങ്കിൽ കൈ പൊക്കണോ? പെടുക എന്നാണ് കരിഞ്ഞു പോയിരിക്കണേ. നമ്മൾ പിന്നെ പൂരി കൊണ്ട് വെച്ചിട്ടുണ്ട് ചേട്ടനെ. പക്ഷെ ഒരു ചെറിയൊരു കരിഞ്ഞു ഇരിക്കുന്ന പോലെ തോന്നുന്നില്ല കേട്ടോ. ഇല്ല, വട ഓയിൽ നല്ല ഫ്രൈ ആയെന്നാണ് ചേട്ടൻ പറയുന്നത് കേട്ടോ. ഞാൻ നോക്കട്ടെ, ഫ്രൈ ആയതാണോ? സാധനം വന്നിട്ടുണ്ട്. വേണ്ട, അമ്മൂസ് പറഞ്ഞ മഞ്ഞ കളർ ഇതാ. എന്താണ് വെച്ചു? അമ്മൂസിന് വെച്ചല്ലോ. അതെങ്ങനെയുണ്ട്? ഇതെല്ലാം നമ്മൾ സെൽഫാണ്. അമ്മൂസിന് ചട്നി വേണോ? പൂരി ഒക്കെ ആണോ? പക്ഷെ ഞാനോർത്ത് ഈ കളർ കണ്ടപ്പം ഇച്ചിരി ഫ്രൈ ആണ്. അതെ, അയ്യോ ശരിയാ കേട്ടോ. ഞാൻ കാണുന്ന ലുക്കിലല്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഓർത്ത് കരിഞ്ഞു പോയ പൂരിയായിരിക്കും. സൂപ്പറാണോ? നമ്മളെ ഞാൻ എടുത്തിരിക്കുന്ന സാധനം കണ്ടോ? ഇതും കൂടെ നോക്കണേ. വട കണ്ടോ? അല്ലേ, അവിടെ വെച്ച് വേണം. അതെ, പയ്യെ ഞങ്ങൾ കഴിക്കാണ്ട് കൊണ്ട് കയറുവാണേ. ഇത് ഇവിടുന്ന് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇറങ്ങണം. അപ്പം ഇതിന് ശേഷമുള്ളത് ഞാൻ പുറകെ നിങ്ങൾക്ക് കാണിക്കാവേ. ഓക്കെ, ഒരു അടിപൊളി കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. അപ്പോൾ ഗൈസ്, ഞങ്ങളിത് ഇവിടുന്ന് കഴിപ്പ് കഴിഞ്ഞു. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. ഓക്കെ, അപ്പോൾ ഇനി ഇവിടുന്ന് ഞങ്ങൾ അടുത്ത് നേരെ ഇനി കൊടൈക്കനാലിലോട്ടാണ്. ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ചായ കുടിക്കണം തോന്നുമ്പം നിർത്തും. ഓക്കെ, അപ്പം വീണ്ടും നമ്മൾ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണേ.
അവിടെ ഇനിയിപ്പോൾ ആരും വിശക്കൊന്നും പറയരുത്. ഓക്കെ 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 ഓക്കെ. ആ അതെനിക്ക് മനസ്സിലായി. UK വന്നവർക്ക് അങ്ങനെയാ, ഇച്ചിരി കുറയും. നമ്മൾ സോറി ഉണ്ടോ, നമ്മുടെ അച്ചായന് മിസ്സായിട്ടുണ്ട്. ഒരു മിനിറ്റ് ഇപ്പൊ തപ്പിക്കൊണ്ട് വണ്ടി വിടല്ലേ, വണ്ടി വിടല്ലേ, ഒരു മിനിറ്റ്. അച്ചായനോട് പോയതാ? ഓ മൈ ഗോഡ്, അച്ചായൻ ബാത്റൂമിൽ പോയിരിക്കുകയായിരുന്നു. അച്ചായനെ ഇപ്പൊ ഇട്ടിട്ട് കൊടൈക്കനാല് പോയാലേ. അച്ചായൻ ബാത്റൂമിൽ പോയിരിക്കായിരുന്നേ. അപ്പച്ചനെ കാണുന്നില്ല. അപ്പച്ചനെ തപ്പിക്കൊണ്ടിരിക്കുക. ഒരു മിനിറ്റ് കൊണ്ടുവരട്ടെ. അപ്പച്ചൻ്റെ കാര്യം മറന്നു. ഇനി ഞങ്ങൾ ഇപ്പൊ എണ്ണിലേക്ക് ആണോ? കുഴപ്പമില്ല കുഴപ്പമില്ല, കയറി കയറി കയറി. അപ്പച്ച ആ ഗൈസ്, അപ്പം ഞങ്ങൾ ദേ കൊടൈക്കനാലിൻ്റെ ഹിൽസ് കയറാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പം ഇവിടുന്ന് ഇനി നമുക്ക് 55 കിലോമീറ്റർ നമുക്കുണ്ട്. അപ്പം എറൗണ്ട് ഒരു 2 hours എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഇത് നോക്കിയോ, നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മളിപ്പം ഇവിടുന്ന് നമ്മൾ തിരിയുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ തേനി റോഡാണ്, തേനി ഡിണ്ടിഗൽ റോഡാണ്. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ഓക്കെ നമ്മളിപ്പോൾ ഇവിടുന്ന് തിരിയുക. കണ്ടോണേ വേണ്ട ആ ഇവിടുന്ന് നമ്മൾ തിരിയുന്നത് കണ്ടോ, അടിപൊളി. യെസ്, നമ്മൾ കുമ്മളി കയറി. ഇതാണ് കൊടൈക്കനാൽ നമ്മൾ കയറാൻ പോകുന്നു. നമ്മൾ ഏതാ തേണ്ട കണ്ടോ കൊടൈക്കനാൽ. അടിപൊളിയല്ലേ? അതേ ഒരു സൗണ്ട് ഓടുന്നു. ഇത് ശരിക്കും പറഞ്ഞല്ലോ നമ്മുടെ ഈ ഇലക്ഷൻ്റെ ഒക്കെ സമയമായതുകൊണ്ട് ഇപ്പം നല്ല ചെക്കിങ് ആണ് കേട്ടോ. വണ്ടി ഫുള്ള് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ. ഗൈസ്, നമ്മളിപ്പം കൊടൈക്കനാലിൻ്റെ ചെക്ക് പോസ്റ്റ്, ഇതാണ് മെയിൻ ചെക്ക് പോസ്റ്റ്. നമ്മൾ ഇവിടുന്ന് കയറി പോകുമ്പോഴത്തേക്കിന് ചെക്ക് പോസ്റ്റ് ഇതാണ് ചെക്ക് പോസ്റ്റ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് സാധാരണ നമ്മുടെ വണ്ടിയെല്ലാം ചെക്ക് ചെയ്യുന്നതാണ്. ഇന്നെങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മൾ സാധാരണ നമ്മൾ കാറിനൊക്കെ വരുവാണെങ്കിൽ നല്ലോണം ചെക്ക് ചെയ്യുന്നു. ഒരു 42 കിലോമീറ്റർ മിച്ചമുണ്ട് കേട്ടോ മേള് വരെ എത്താൻ വേണ്ടിയിട്ട്. സോ നമ്മൾ കയറാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇനി നല്ല അടിപൊളിയായി. ഇത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കൊടൈക്കനാലിൽ ഇനി ഇവിടുന്ന് ഒരു 16 കിലോമീറ്റർ ഉണ്ട് ശരിക്കും. പക്ഷേ എൻ്റെ മോനെ ഇവിടുത്തെ ബ്ലോക്ക് കണ്ടോണം, ഞാൻ കാണിക്കാം. നല്ല ബ്ലോക്കാണ്. ഞങ്ങളിവിടെ പെട്ടിരിക്കുകയാണ് ഗൈസ്, ഒരു രക്ഷയില്ല. കട്ട പോസ്റ്റ് കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറായി. ഇങ്ങനെ തന്നെ ഒരു അനക്കം പോലും വെച്ചിട്ടില്ല. ഇവിടുന്ന് വന്ന് എങ്ങനെ നിർത്തി അതുപോലെ തന്നെ നിൽക്കുക കേട്ടോ, ഒരു രക്ഷയില്ല. അതായത് 16 കിലോമീറ്റർ കൊടൈക്കനാൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ടൈം പറയുന്നത് 12 മണി. ഇപ്പം ഈ കണക്കിന് നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് നോക്കിയപ്പം ലൊക്കേഷനിൽ ശരിക്കും പറഞ്ഞാൽ 16 കിലോമീറ്റർ കാണിക്കുന്ന അവേഴ്സ് എന്ന് പറയുന്നത് 3 മണിക്കൂറാണ് പറയുന്നത്. ഇവിടുന്ന് അവിടെ വരെ റീച്ച് ആയിട്ട് പെട്ടു. ഞങ്ങൾ എടുത്ത റൂമിൽ എത്തിയിട്ടുണ്ടേ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ താഴെയാണ്. നമ്മൾ ഹില്ല് കയറി ചെല്ലുന്നതിന് മുമ്പ് തന്നെ കുറച്ച് താഴെയായിട്ടാണ് സിൽവർ മിസ്റ്റ് എന്നാണ് ഈ നമ്മുടെ വില്ലയുടെ പേര്. ഞാൻ നിങ്ങളെ കാണിക്കാം. വേണ്ട, ഇതാണ് സാധനം. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. ഒരു മിനിറ്റ് ഇപ്പോൾ കാണിക്കാം. ഇതാണ് സംഭവം. ഇത് ഇങ്ങനെ ഫുള്ള് ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ചെറിയൊരു വില്ല പോലെയാണ്. പക്ഷേ അല്ല, ഇത് ശരിക്കും പറഞ്ഞ ഒരു 4 ബെഡ് ഉള്ള ഒരു വില്ലയാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ കേട്ടോ, നല്ല കിടുക്കാച്ച് വ്യൂവാണ്. ഗൈസ്, ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് വന്നപ്പോൾ ഭയങ്കര ബ്ലോക്കായിട്ട് ഞങ്ങൾ ഫുള്ള് ലേറ്റ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാനുള്ള സമയം കഴിഞ്ഞുകൊണ്ട് അവർ ഡയറക്റ്റ് ഇവിടെ കൊണ്ട് സാധനം നമുക്ക് കൊണ്ട് റൂമിൽ കൊണ്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. റൂംസ് എല്ലാം നല്ല സൂപ്പറാണ്. ഞാനത് കാണിക്കാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ഇനിയും നല്ല നല്ല വീഡിയോസ് ഉണ്ട്. അടുത്ത ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം കാണുന്നവരേക്കും ബൈ.